വലിയ ഉപവാസക്കാലത്തെ 29ാമത്തെ ദിവസമാണ് ഇന്ന്. പാപബോധം മനസ്സിൽ അങ്കുരിച്ചാൽ ആവശ്യമായിട്ടുള്ളത് വിശുദ്ധ കുമ്പസാരത്തിനണയുക എന്നുള്ളതാണ്. വലിയ നോമ്പ് കാലത്ത് നിഷ്ഠയോടെ നാം സ്വീകരിക്കുന്ന ഒന്നാണല്ലോ വിശുദ്ധ കുമ്പസാരം. കുമ്പസാരം ഈശോ സ്ഥാപിച്ച കൂദാശ തന്നെയാണ്, അവിടുന്ന് നേരിട്ട് സ്ഥാപിച്ചതാണ്. വിശുദ്ധീകരണ പാതയിലായിരിക്കുന്നവർ കൂടെ വിശ്വാസത്തോടെ സ്വീകരിക്കേണ്ട കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കർത്താവ് തന്നെയാണ് കുമ്പസാരത്തിൽ നമ്മെ കേൾക്കുന്നത് എന്ന ബോധ്യമാണ് ഇടയ്ക്കിടെ കുമ്പസാരക്കൂട്ടിലേക്ക് അണയാൻ നമ്മെ സഹായിക്കുന്നതും നമ്മെ ശക്തരാക്കുന്നതും നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നതും. ഈശോയാണ് അവിടെ ഇരിക്കുക. കുമ്പസാരക്കൂട് കർത്താവിൻ്റെ കാതുകളാണ്. അവിടുന്ന് നമ്മെ കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് കുമ്പസാരത്തിനണയുമ്പോൾ നാം ബോധ്യപ്പെട്ടിരിക്കണം. പാപം രോഗമാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. എങ്കിൽ നാം സുഖമാക്കപ്പെടണം, രോഗി സുഖമാക്കപ്പെടണം. നമ്മെ സുഖപ്പെടുത്തുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് നമ്മെ കേൾക്കുക എന്നത്. അത് കുമ്പസാരത്തിലൂടെയാണ് നടക്കുക. കർത്താവ് നല്ലൊരു വൈദ്യനാണ്, കേൾക്കുന്നൊരു വൈദ്യൻ. ദ മോസ്റ്റ് പവർഫുൾ വേ ടു ഹീൽ സമ്മൺ ഈസ് ടു ലിസൺ. അതുകൊണ്ട് ഈ വൈദ്യൻ നമ്മെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. കുമ്പസാരത്തിൽ അവിടുന്ന് വിധികർത്താവല്ല, നമ്മെ കേൾക്കുകയാണ്. നമ്മെ കേൾക്കുന്നതിലൂടെ നാം സുഖം പ്രാപിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഐ സ്റ്റാർട്ട് ടു ഹീൽ ദ മോമെൻറ്റ് ഐ ഫീൽ ഹേർഡ്. വിശുദ്ധ കുമ്പസാരം കണ്ണീരിൻ്റെ മാമോദീസയാണ്. കർത്താവ് തൻ്റെ രക്തത്തിൽ നമ്മെ കഴുകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ പാപങ്ങളോർത്ത് ഒഴുക്കുന്ന കണ്ണീരിൽ കഴുകുന്ന കൂദാശയാണ് കുമ്പസാരം. കുമ്പസാരത്തിൽ കണ്ണീരിൽ ജനിക്കുന്ന നാം സഭയുടെ പയോധരമായ വിശുദ്ധ അൾത്താരയിൽ നിന്ന് കരുണയും സ്നേഹവും നുകരുന്നു. അതാണ് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും. അതിന് നമ്മെ യോഗ്യയാക്കുന്നത് വിശുദ്ധ കുമ്പസാരത്തിനുള്ള നമ്മുടെ മനസ്സും കുമ്പസാര സ്വീകരണവുമാണ്. കുമ്പസാരം പാപങ്ങൾ കുമിഞ്ഞുകൂടി ആയിരിക്കുമ്പോൾ ആ ലിസ്റ്റ് വായിച്ചു കേൾപ്പിക്കാനായിട്ടുള്ള വേദിയല്ല. വിശുദ്ധ കുമ്പസാരം കൗൺസിലിങ്ങിനുള്ള വേദിയുമല്ല, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പകരമായിട്ടുള്ളതും അല്ല. വിശുദ്ധ കുമ്പസാരം എപ്പോൾ വേണമെങ്കിലും നടത്താം. പാപം ഉണ്ടായിരിക്കണമെന്നും ഇല്ല. അവിടുത്തെ കരുണയും സ്നേഹവും പങ്കിടുന്ന ആശീർവാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നിറയാൻ കുമ്പസാരക്കൂട്ടിലേക്ക് അണയണം. കുമ്പസാരം ദൈവകരുണയാൽ നിറയുന്നതിനാണ്. അതുകൊണ്ട് പാപം ചെയ്തെങ്കിലേ കുമ്പസാരത്തിനണയാവൂ എന്ന ചിന്ത നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ കുമ്പസാരത്തിനണയുമ്പോൾ പാപമോചകനായ ഈശോയിലുള്ള വിശ്വാസം ആഴമാക്കിയ ഭക്തിയുടെ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. എളിമയോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടെ അവൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കാൻ സാധിക്കണം. ഈശോയുടെ രക്ഷാകര സ്നേഹം അനുഭവിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള ഒരുക്കവും കുമ്പസാരത്തിൽ നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ പശ്ചാത്താപത്തോടെ ഏറ്റുപറച്ചിൽ ആരംഭിക്കുകയും കുമ്പസാരം അവസാനിപ്പിക്കുകയും വേണം. കർത്താവ് ദൈവീകതയിലൂടെ പറയുന്നവ നാം കേൾക്കണം. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, കല്ലെറിയുന്നില്ല, എന്നാൽ നീ ഇനിമേലിൽ പാപം ചെയ്യരുത്. വിശുദ്ധ കുമ്പസാരം 3 വാക്കുകളിൽ ചുരുക്കി പറയാം: അനുതാപം, അനുരഞ്ജനം, ആനന്ദം. അനുതാപം കുമ്പസാരത്തിനണയുമ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട മനോഭാവമാണ്. അനുരഞ്ജനം കുമ്പസാരം വഴി നേടിയെടുക്കേണ്ടതാണ്. ഞാനുമായി, സഹോദരനുമായി, ദൈവവുമായി, പ്രപഞ്ചവുമായി നാം അനുരഞ്ജനപ്പെടണം. ഇതിൻ്റെയൊക്കെ ഫലമായി എന്നിൽ വളരേണ്ട ഹൃദയഭാവമാണ് ആനന്ദം. കർത്താവിൽ ആനന്ദിക്കുക. എന്തെങ്കിലും കിട്ടുന്നതിലുള്ള ആനന്ദമായിരിക്കരുത്. കർത്താവിനെ സ്വീകരിച്ചതിൽ, അവൻ്റെ വാക്ക് കേൾക്കുന്നതിൽ, അവൻ എന്നിലായിരിക്കുന്നു എന്നതിലുള്ള ആനന്ദം. കർത്താവിൻ്റെ അടുത്ത് നേരിട്ട് കുമ്പസാരം നടത്തിയവരെ നമുക്കൊന്ന് ഓർക്കാം. പാപിനിയായ സ്ത്രീ. ഇനി പാപം ചെയ്യരുതെന്ന ഉപദേശമാണ് അവൾക്ക് ലഭിച്ചത്. അവൾ രക്ഷിക്കപ്പെട്ടവളായി തിരിച്ചുപോയി. രണ്ടാമത്തേത്, അവനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട ആ കള്ളനാണ്. അവൻ്റെ കുമ്പസാരം 2 വാചകങ്ങളിൽ ഒതുങ്ങി. നമ്മളോ പാപം ചെയ്തവരാണ്.
നമ്മുടെ ശിക്ഷ നാം അർഹിക്കുന്നതാണ്. ഇതാണ് അവനിൽ ഉളവാക്കിയ പാപബോധം. അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ കരുണ യാചിച്ചു. നീ നിൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അതായത് നിനക്ക് എൻ്റെ പാപം മോചിക്കാനും നിത്യജീവൻ നൽകാനും കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു അത്. അവിടുന്ന് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. നഷ്ടപ്പെട്ട ഭൗമിക പർദീസായേക്കാൾ മഹോന്നതമായ സ്വർഗീയ പർദീസായിലേക്ക് വാതിൽ തുറന്നു കിട്ടുവാനുള്ള മാർഗമാണ് വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കൽ. ഭക്തിയോടും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി നമുക്ക് കുമ്പസാരക്കൂട്ടിൽ അണയാം. അവിടുന്ന് നമ്മെ കേൾക്കാൻ തയ്യാറായിരിക്കുന്നു. കുമ്പസാരക്കൂട് കർത്താവിൻ്റെ കാതുകളാണ്. അവനോട് നമുക്ക് നേരിട്ട് പറയാം. അവൻ നമ്മെ കേൾക്കും. കേൾക്കുന്നതിലൂടെ നാം സുഖപ്പെടുകയും ചെയ്യും.